ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കിണ്ണത്തപ്പ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കിണ്ണത്തപ്പാണ് കേട്ടോ. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കയാണ്, വരിക്കച്ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനു വേണ്ടി മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ബെല്ലം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ബെല്ലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടി എടുത്തു. 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്, 1/4 പാല്. ചക്ക ഒരു മിക്സിയിലേക്ക് ഇട്ട് പേസ്റ്റാക്കി പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സാക്കി ചെറുജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് കൺസിസ്റ്റൻസി, മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് ഇളക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് പാത്രത്തിൽ നെയ്യ് തൂവി ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊരു വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിലേക്ക് വേവിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഈ ഉണക്കമുന്തിരിയൊക്കെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ചക്ക ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ കിണ്ണത്തപ്പമൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കുക. സോഫ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.